നമസ്കാരം. സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഓരോ ദിവസവും. കേരളത്തിൽ സാധാരണ 22 കാരറ്റ് സ്വർണ്ണമാണ് ഉപഭോക്താക്കൾ വാങ്ങുക. പ്രത്യേകിച്ച് കല്യാണ പാർട്ടിക്കാരൊക്കെ ആ ഒരു സ്വർണ്ണമേ വാങ്ങാറുള്ളൂ. ഇതിൻ്റെ വില ഓരോ ദിവസവും ജ്വല്ലറികളിലെ ബോർഡുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 91% സ്വർണവും ബാക്കി 9%-ഓളം ചെമ്പും ചേർന്നതാണ് 22 കാരറ്റ് സ്വർണം. സ്വർണ്ണവില കൂടുമ്പോൾ ലാഭം കൊയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ വിവിധ കാരറ്റിലുള്ള സ്വർണത്തിൻ്റെ വില എത്ര എന്നിവ വിശദമാക്കാം. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഒരു പവന് 63,440 രൂപയാണ് ഇന്നത്തെ വില. അതായത് ഫെബ്രുവരി മാസം 6-ാം തീയതിയിലെ വില. 200 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1 ഗ്രാമിന് 25 രൂപ കൂടി 7,930 രൂപയായിട്ടുണ്ട്. അതേസമയം 18 കാരറ്റ് സ്വർണം 6,550 രൂപയിലും എത്തി. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 106 എന്ന നിരക്കിൽ തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,870 വില കുതിച്ചിരിക്കുകയാണ്. സ്വർണം ആഭരണം എന്ന ലക്ഷ്യത്തോടെ മാത്രം വാങ്ങുന്നവർ 22 കാരറ്റിനെ വിട്ട് 18 കാരറ്റ് വാങ്ങാനിരിക്കുന്നതായിരിക്കും നല്ലത്. 75% സ്വർണവും 25% ചെമ്പും ഉൾപ്പെടെയുള്ള മറ്റ് ലോഹങ്ങളും ചേർന്ന സ്വർണമാണ് ഇത്. ഒരു പവൻ സ്വർണത്തിന് 53,000 രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. ഏതാണ്ട് 10,000 രൂപയോളം വ്യത്യാസം വരും. അലങ്കാരത്തിന് ഉപയോഗിക്കാൻ ഈ സ്വർണം തന്നെ ധാരാളമാണ്. ഇതിന് വിപണിയിൽ ആവശ്യക്കാർ ഇപ്പോൾ ഏറിയിട്ടുണ്ട്. കാരണം സ്വർണ്ണവില അത്തരത്തിൽ കൂടിയ സാഹചര്യത്തിൽ മറ്റ് കാരറ്റിലുള്ള സ്വർണം വിൽക്കുന്ന വേളയിൽ പണിക്കൂലി ഇനത്തിൽ നഷ്ടം സംഭവിക്കും. എന്നാൽ 24 കാരറ്റിൽ തീരെ നഷ്ടമുണ്ടാകില്ല. മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും ഇത് സാധിക്കും. 2024 മാത്രം 26% സ്വർണ്ണവില കൂടിയത്. അതായത് ഒരു വർഷം കഴിഞ്ഞ് വിറ്റവർക്ക് വാങ്ങിയതിനേക്കാൾ ഇത്രയും ലാഭം വിൽക്കുന്ന വേളയിൽ ലഭിച്ചു എന്നർത്ഥം. സ്വർണ്ണ നിക്ഷേപം വലിയ ലാഭം തരുന്നു എന്നതാണ് വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വിവാഹ ആവശ്യക്കാർക്ക് സ്വർണം വാങ്ങുമ്പോൾ ലാഭം കൊയ്യണം എങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം മാത്രമാണ് ഏറ്റവും വലിയ പോംവഴിയായിട്ട് മുന്നിലുള്ളത്. 3 മാസം, 6 മാസം, 1 വർഷം വരെ കാലാവധിയിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നൽകുന്ന പണത്തിനനുസരിച്ചാണ് ജ്വല്ലറികൾ ഇതിൻ്റെ കാലാവധി നിശ്ചയിക്കുക. വാങ്ങുന്ന സമയത്തെയും ബുക്ക് ചെയ്യുന്ന സമയത്തെയും വിലയിൽ ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ സാധിക്കും എന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കൊണ്ടുള്ള മെച്ചം. എന്തായാലും റെക്കോർഡുകൾ തിരുത്തി മുന്നേറുന്ന സ്വർണം എത്ര വരെ വില ഉയരുമെന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ല. പല ഘടകങ്ങളാണ് സ്വർണ്ണവില ഇത്തരത്തിൽ കൂടാൻ കാരണമാകുന്നത്. ഡോളർ കരുത്ത് കുറഞ്ഞതും രൂപ മൂല്യം നഷ്ടപ്പെട്ട് കൂപ്പുകുത്തിയതുമെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായി. മാത്രമല്ല, അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറി വരികയുമാണിപ്പോൾ. നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർക്കും ലാഭമുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം 24 കാരറ്റ് സ്വർണം വാങ്ങുന്നത് തന്നെയാണ്. ഈ കാരറ്റിലുള്ള സ്വർണത്തിൽ മറ്റ് ലോഹങ്ങൾ ഉണ്ടാകില്ല. 1 ഗ്രാമിന് 8,600 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. വ്യാപാരം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഓരോ നിമിഷവും വില കൂടുകയും കുറയുകയുമൊക്കെ ചെയ്യും. നിശ്ചിത വിലയിൽ ഈ സ്വർണം നിലനിൽക്കില്ല എന്ന് ചുരുക്കം.